കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് ഇന്നും പ്രക്ഷുബ്ധമാണ് പാർലമെന്റ്. ലോക്സഭയും രാജ്യസഭയും തടസ്സപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തോട് കാര്യങ്ങൾ വിവരിച്ചു കഴിഞ്ഞു എന്ന് കേന്ദ്ര സർക്കാർ പാർലമെന്റിനെ അറിയിച്ചു. പ്രതിപക്ഷ നേതാക്കളെ പാർലമെന്റിൽ സംസാരിക്കാൻ അനുവദിച്ചില്ല. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട ഇന്നും പ്രതിപക്ഷം പ്രതിഷേധിച്ചതോടെ തുടർച്ചയായ 5ാം ദിവസവും പാർലമെന്റ് നടപടികൾ തടസ്സപ്പെട്ടു. സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണ്. പ്രധാനമന്ത്രി രാജ്യത്തോട് കാര്യങ്ങൾ വിവരിച്ചു കഴിഞ്ഞു. സോനം വാങ്ചുക് നിരാഹാരം അവസാനിപ്പിച്ചു. ഇനിയും സഭ തടസ്സപ്പെടുത്തുന്നത് നല്ല സന്ദേശമല്ല നൽകുന്നത് എന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു സഭയിൽ പറഞ്ഞു. എങ്കിലും പ്രതിപക്ഷം വഴങ്ങിയില്ല. प्रधानमंत्री जी ने देश को आश्वासन दिया और जो प्रमुख एक्टिविस्ट जिन्होंने भूख हड़ताल किया, सोनम वांगचुक जी ने भी अपना अनशन तोड़ा है और चर्चा के लिए उन्होंने भी मांग किया है. तो फिर देश के सामने में अब हम चर्चा नहीं करके बहाना बनाएंगे तो ये अच्छा संदेश नहीं जाएगा. സംസാരിക്കാൻ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, KC വേണുഗോപാൽ എന്നിവർ എഴുന്നേറ്റുവെങ്കിലും ചെയർ വഴങ്ങിയില്ല. വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് നടപടി രാജ്യസഭയിൽ ഉയർത്താൻ മല്ലികാർജുൻ ഖാർഗെയെയും അനുവദിച്ചില്ല. ഇതും പ്രതിപക്ഷത്തെ ചൊടിപ്പിച്ചു. മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പാർലമെന്റ് കവാടത്തിലും പ്രതിപക്ഷ MP-മാർ പ്രതിഷേധിച്ചു. റിപ്പോർട്ടർ, ദില്ലി.